ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ ലോകത്തിന്റെ നെറുകെ എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് 2 പാർട്ടാക്കിയിട്ടത്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഉത്തരപർവ്വത മേഖലയാണല്ലേ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ എന്താണ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. ഇനി ട്രാൻസ് ഹിമാലയം നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഹിമാലയമാണല്ലേ ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ഹിമാലയത്തെ നമ്മൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ കിഴക്കൻ ഹിമാലയം. ഇനി ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, അതുപോലെ ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. അതിൽ കാശ്മീർ ഹിമാലയവും അതുപോലെ ഹിമാചൽ ഹിമാലയവും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണെന്ത് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. സത്ലജ് അതായത് സിന്ധു നദിയുടെ പോഷക നദിയായ സത്ലജ് നദി മുതൽ കാളി നദി വരെ. കാളി നദി ഏത് നദിയുടെ പോഷക നദിയായിരുന്നു? ഗാഗ്ര നദിയുടെ പോഷക നദിയാണല്ലേ കാളി നദി. അപ്പോൾ ഈ ഒരു സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തെ എന്താണ് കുവമൂൺ ഹിമാലയം എന്നുമായിട്ട് അറിയപ്പെടുന്നത്. കുവമൂൺ ഹിമാലയം ഇത് നോട്ട് ചെയ്യണേ. അപ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തെ എന്താണ് ഗഡ്വാൾ ഹിമാലയം, കിഴക്കൻ ഭാഗത്തെ കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉയരമേറിയ കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ്. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ്. ഇനി ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. അതുപോലെ യമുന നദി എന്താണ്? യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് അല്ലേ. ഈ 2 ഹിമാനികളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. ഇനി നൈനിതാൾ, ബിന്ദാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഇത്രയും ഏതൊക്കെ നദികളാണ്, ഏതൊക്കെ ഹിമാനികളാണ്? ഗംഗോത്രി, യമുനോത്രി എന്ന് പറഞ്ഞ ഹിമാനികളും അതുപോലെ ബിന്ദാൽ, നൈനിതാൽ എന്നീ ശുദ്ധജല തടാകങ്ങളും എവിടെയാണുള്ളത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. പിന്നെ കൊടുമുടികൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് എന്നീ ഉയരമേറിയ കൊടുമുടികൾ ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും എന്താണ് കിഴക്കൻ ഭാഗം കുവമൂൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? കാശ്മീർ ഹിമാലയം പഠിച്ചു, അതുപോലെ എന്താണ് ഹിമാചൽ ഹിമാലയം പഠിച്ചു, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയവും പഠിച്ചു. ഇനി ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് എന്ത്? ദൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലെസർ ഹിമാലയം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലെസർ ഹിമാലയം ഏതാണ്? ഹിമാലയത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മലനിരകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയായിരുന്നു? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലേ. അതിൽ ഏറ്റവും താഴെയായിട്ട് തെക്കായിട്ട് കാണപ്പെടുന്നതാണ് സിവാലിക്. അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഹിമാചലാണ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് അതാണ് ഹിമാദ്രിയാണ് അല്ലേ. അപ്പോൾ ഈ സിവാലിക്കിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാചൽ. ഹിമാചലാണ് ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഹിമാചൽ അതായത് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണെന്ത്? ദൂണുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സിവാലിക് മലനിരയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ എന്താണ് വിളിക്കുന്നത്? ദൂണുകളാണ് കേട്ടോ. ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദരാദൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ കാണപ്പെടുന്ന ഇങ്ങനെ ഒരു ദൂണാണ് ഇത് ദരാദൂൺ കേട്ടോ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ദരാദൂൺ കാണപ്പെടുന്നത്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് എന്ത്? ബുഗ്യാൽ. അപ്പോൾ ബുഗ്യാൽ എന്താണ്? പിന്നെ ഇവിടങ്ങൾ ഏതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന
ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇതുപോലെ നമ്മൾ കാശ്മീർ ഹിമാലയം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, മർഗുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അതെന്താണെന്നു കാശ്മീർ ഹിമാലയത്തിലെ പർവ്വത ചെരുവുകൾ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾക്ക് എന്താണ് പറയുന്നത്? മർഗുകൾ എന്നാണ് കേട്ടോ. എന്നാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ എന്താണ് പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇനി ഏതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്? ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. ബുഗ്യാലും ആട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ബുഗ്യാൽ എന്താണ്? ഗഡ്വാൾ മേഖലയിലാണ് ഈ ഒരു പുൽമേടുകൾക്ക് ബുഗ്യാൽ എന്നറിയപ്പെടുന്നത്. അതായത് ഗഡ്വാൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണല്ലേ ഗഡ്വാൾ. ഈ ഒരു ഗഡ്വാളിലാണ് ഈ ഒരു ഇങ്ങനെ കാണപ്പെടുന്ന പുൽമേടുകളെ ബുഗ്യാൽ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ എന്താണ്? മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ തായ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തു മൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. തായ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായി പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കുന്നു. വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ തായ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തു മൃഗങ്ങളോടൊപ്പം തായ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലത്ത് എന്താണ്? ബുഗ്യാലുകൾ എന്താണ്? മഞ്ഞൊക്കെ ഉരുകി പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുകയാണ് അല്ലേ. ഈ ഒരു അവസരത്തിൽ എന്താണ്? തായ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ അവരുടെ വളർത്തു മൃഗങ്ങളുമായിട്ട് ബുഗ്യാലുകളിലേക്ക് എത്തുന്നു. അവിടെ അവരെന്താണ്? താൽക്കാലികമായിട്ട് പാർപ്പിടങ്ങൾ ഒരുക്കി അവിടെ വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുകയാണ് അല്ലേ. പിന്നെന്താണ്? മഞ്ഞുകാലം ആരംഭിക്കുമ്പോൾ അവർ മലയിറങ്ങി അടുത്ത സീസൺ വരെ എന്താണ്? തായ്വാരങ്ങളിലാണ് വസിക്കുന്നത്. ഇങ്ങനെ വളർത്തു മൃഗങ്ങളോടൊപ്പം എന്താണ്? തായ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ആണെന്ത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാൻസ് ഹ്യൂമൻസ് എന്നുള്ള ആ ഒരു വേർഡ് നോട്ട് ചെയ്യണേ. അപ്പോൾ ബുഗ്യാലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഗഡ്വാൾ മേഖലയിലാട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിലാണ് ബുഗ്യാൽ കാണപ്പെടുന്നത്. അപ്പോൾ മർഗുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ. മാറിപ്പോവരുത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് മധ്യ ഹിമാലയ കേട്ടോ. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണെന്ത്? മധ്യ ഹിമാലയം. ഏതൊക്കെ നദികളാണ്? കാളി നദിയും ടീസ്റ്റ നദി, അതിനിടയിലുള്ള പ്രദേശത്തെയാണെന്ത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം നേപ്പാൾ ഹിമാലയം എന്ന് ഈ ഒരു മേഖല അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നേപ്പാൾ ഹിമാലയം, മധ്യ ഹിമാലയത്തെ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് കേട്ടോ. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശം മാത്രമാണിത് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നേപ്പാളിലാണ് ഈ ഒരു മേഖല കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് മധ്യ ഹിമാലയത്തെ നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നു. അതുപോലെ എന്താണ്? മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പോൾ സിക്കിമും പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയിലെ സ്ഥലങ്ങൾ എന്ത്? മധ്യ ഹിമാലയത്തിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് കേട്ടോ. അതുപോലെ കാഞ്ചൻജംഗ പർവ്വതം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏടാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കാഞ്ചൻജംഗ പർവ്വതം ഏടാണ്? ഈ ഒരു മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം ഏടാണ്? മധ്യ ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അല്ലെങ്കിൽ കോഡ്ബിനോസ് നമ്മൾ പഠിച്ചില്ലേ. അതെവിടെയായിരുന്നു? ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം പർവ്വത നിലയിലാണെന്ന് മൗണ്ട് K2, രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏടാണ്? നേപ്പാൾ ഹിമാലയത്തിലാണ്. മധ്യ ഹിമാലയത്തിലെ അതായത് മധ്യ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ നേപ്പാൾ ഹിമാലയം. അപ്പോൾ ഇവിടാണ് ഇത് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കാഞ്ചൻജംഗ പർവ്വതവും ഈ ഒരു മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ നാഥുല ചുരം ഇന്ത്യ ചൈന അതിർത്തിയിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. അതും എന്താണ്? ഈ ഒരു മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദി ഏറ്റവും വേഗതയേറിയ നദിയാണല്ലേ ടീസ്റ്റ നദി. അതിൻ്റെ നദീതീര തട്ടുകളൊക്കെ എന്താണ് സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരെന്താണ് കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരെന്താണ് കൊളോണിയൽ കാലത്ത് തന്നെ എന്താണ് ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മളിവിടെ സിക്കിം ഹിമാലയം എന്ന് പറഞ്ഞില്ലേ, കാരണം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ 2 പ്രദേശങ്ങളാണ് ഈ ഒരു മധ്യ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. പടിഞ്ഞാറൻ സിക്കിമും അതുപോലെ ഡാർജിലിംഗും ആണ്. അപ്പോൾ ഈ ഒരു സിക്കിം ഹിമാലയത്തിൽ എന്താണ് ടീസ്റ്റ നദിയും അതിൻ്റെ നദീര തട്ടുകൾ എവിടെയാണ് സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. അതുപോലെ ഡാർജിലിംഗിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു എന്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊളോണിയൽ കാലത്ത് തന്നെ എന്താണ് അവിടെ തേയില കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയവും പറഞ്ഞു, അതുപോലെ മധ്യ ഹിമാലയം പറഞ്ഞു. ഇനി നമുക്ക് കിഴക്കൻ ഹിമാലയത്തെ പറ്റിയാണ് നോക്കാനുള്ളത്. കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടീസ്റ്റ നദിക്കും കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നത് കേട്ടോ. ഈ ഒരു പടിഞ്ഞാറൻ ഹിമാലയത്തേക്ക് അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിലുള്ളത്. ഇനി അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ഹിമാലയത്തെ കിഴക്കൻ ഹിമാലയത്തെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഹിമാലയ മേഖലയിൽ പ്രധാന കൊടുമുടിയാണ് നംച ബാർവ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി ഏതാണ്? നംച ബാർവയാണ് കേട്ടോ. അപ്പോൾ മധ്യ ഹിമാലയത്തിൽ നമ്മൾ എന്താ പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലാണ്. അപ്പോൾ ഈ കിഴക്കൻ ഹിമാലയത്തിലുള്ള കൊടുമുടി ഏതാണ്? പ്രധാന കൊടുമുടി ഏതാണ്? നംച ബാർവയാട്ടോ. നംച ബാർവ കിഴക്കൻ ഹിമാലയത്തിലാണ്. എത്രയാണ്? 7756 മീറ്റർ ഉയരമുണ്ട് കേട്ടോ. 7756 മീറ്റർ ഉയരമുണ്ട് കിഴക്കൻ ഹിമാലയത്തിലെ നംച ബാർവ കൊടുമുടിക്ക്. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണിത് പ്രധാന നദികൾ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. അപ്പോൾ കിഴക്കൻ ഹിമാലയം എന്താണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് കാണപ്പെടുന്നത്. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംച ബാർവ. ഇത് ഉയരത്താണ് 7756 മീറ്റർ. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണിത് പ്രധാന നദികൾ. ഇനി ഇവിടെ കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബോണ്ടില ചുരം കേട്ടോ. ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് കേട്ടോ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോണ്ടില ചുരം. ഏതാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ചുരമാണ് ദിഫു ചുരം. അതെന്താണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. അപ്പോൾ 2 ചുരങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പഠിക്കുന്നത് അല്ലേ. കിഴക്കൻ ഹിമാലയത്തിലെ ഏതൊക്കെയാണ്? ബോണ്ടില ചുരവും ദിഫു ചുരവും. ബോണ്ടിൽ എന്താണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ ദിഫു ചുരം എന്താണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമാറും. അടുത്തതാണ് പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ. അപ്പോൾ നമ്മൾ എന്താണ് ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. ഇതിൽ നമ്മൾ ട്രാൻസ് ഹിമാലയവും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഹിമാലയവും പഠിച്ചില്ലേ. ഇനി നമുക്ക് പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് ഇത് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിനൊക്കെ അപേക്ഷിച്ച് എന്താണ് ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് ഇവിടെ ഉള്ളത് പൂർവാചൽ കുന്നുകളിലുള്ളത്. ഏകദേശം എത്രയാണ്? 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമാണ് ഈ കുന്നുകൾക്കുള്ളത്. അപ്പോൾ പഡ്ഗായ് ബൂം, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഏതൊക്കെയാണ്? പഡ്ഗായ് ബൂം, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നൊക്കെയാണ് പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടത്.
ഇവിടെ പൂർവാചൽ മേഖലയിലെ ഒരു കുന്നിൻ പ്രദേശത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും എന്താണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൂർവാചൽ കുന്നുകളിലാണ് ഏതൊക്കെ ഉള്ളത്? ചിറാപുഞ്ചിയും മൗസിൻഡ്രം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവാചൽ കുന്നുകളിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചിയും മൗസിൻഡ്രം ഒക്കെ. അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവാചൽ കുന്നുകളിലാണ് കേട്ടോ. അതുപോലെ പട്ഗായ്ബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകളൊക്കെ ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് 500 മുതൽ 3000 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണ് പൂർവാചൽ കുന്നുകൾ. ഇനി ഇവിടെ നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ, റൂട്ട് ബ്രിഡ്ജസ് ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇവിടെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. മേഘാലയയിലെ വേരുകൊണ്ടുള്ള പാലം ആണ്. ഇതെന്താണ്? നദികൾ മുറിച്ചു കടക്കുന്നതിനായിട്ട്, അതായത് കൂടുതൽ വെള്ളമൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെയുള്ള പാലങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിനുള്ള നേർക്കാഴ്ചയാണിത്. അപ്പോൾ ഇവിടെ മേഘാലയയിൽ നിന്നുള്ള ചിത്രാട്ടോ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെന്ത്? ലോക്തക് തടാകം. ഈ ലോക്തക് തടാകത്തിലാണെന്ത്? കെയ്ബൂൾ ലജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇത് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെവിടെയാണ്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത് ലോക്തക് തടാകം. ഈ ഒരു തടാകത്തിലാണ് കെയ്ബൂൾ ലജാവോ ദേശീയോദ്യാനം. മണിപ്പൂരിലാണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി എന്ന് പറയുന്നത്. പുണ്ടി എന്താണ്? ഈ ഒരു തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് കേട്ടോ പുണ്ടി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നതാണ് കെയ്ബൂൾ ലജാവോ ദേശീയോദ്യാനം. അപ്പോൾ സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നതാണ് കെയ്ബൂൾ ലജാവോ ദേശീയോദ്യാനം. അപ്പോൾ പുണ്ടികൾ എന്താണെന്ന് പറയുന്നത് തടാകത്തിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണെന്ത്? പുണ്ടി. കാലാവസ്ഥ. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വടക്കൻ അതിരാണിലെ ഹിമാലയ പർവ്വതം, തുടർ പർവ്വതങ്ങളും ഈ ഒരു ഹിമാലയ പർവ്വതവും തുടർന്നുള്ള പർവ്വത നിരകളും ചേർന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്താണ്? ഓരോ പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എന്താണ്? കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും എന്നാണ് അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹിമാലയ പർവ്വതനിരകളിൽ 3 വിഭാഗങ്ങളായിട്ടുണ്ട് അല്ലേ? അതായത് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ഉയരത്തിനും അവിടുത്തെ ഭൂപ്രകൃതിക്കൊക്കെ അനുസരിച്ചാണ് അവിടുത്തെ കാലാവസ്ഥയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും, അതായത് സിവാലിക്കൊക്കെ നമുക്കറിയാം ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടാണ് അല്ലേ? ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്താണ് സിവാലിക്. അപ്പോൾ അവിടെ വളരെ ഉയരം കുറവാണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരം കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്? മിതോഷ്ണ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. എന്നാൽ എന്താണ്? ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ, അതായത് എന്താണ് ട്രാൻസ് ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ലഡാക്കിലൊക്കെ എന്താണ്? ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ്. അതായത് 0 - ഡിഗ്രിയിലേക്കൊക്കെ പോകും അവിടെ എത്തുമ്പോൾ. അപ്പോൾ ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. അപ്പം സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലൊക്കെ എന്താണ്? വടക്കുകിഴക്കൻ ഇന്ത്യയിലും ചരിവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലൊക്കെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. അതായത് പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു.
അപ്പോൾ മേഘാലയയിലാണല്ലേ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുള്ളത്. അതിന് കാരണം എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ എന്താണ് ഈ ഒരു പ്രദേശത്തെത്തുമെന്നാണ് കൂടുതൽ മഴ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നദീവ്യവസ്ഥ ആണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണിത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളൊക്കെ എന്താണ്? ഹിമാലയൻ നദികളാണ് അല്ലേ. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ എന്താണ്? ജലസമൃദ്ധമാണ് അല്ലേ. അപ്പോൾ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ എന്താണ്? ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഗിരികന്ധരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ. അതുപോലെ തന്നെ വിരൂപ താഴ്വരകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒക്കെ എന്താണ് ഈ നദികൾ, ഹിമാലയ നദികളൊക്കെ അവരുടെ ശക്തമായിട്ടുള്ള നീരൊഴുക്ക് കാരണം ഇങ്ങനെയുള്ള ഭൂരൂപങ്ങളൊക്കെ ഇവ സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴോട്ട് പതിക്കുന്നതാണിത് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പോൾ എന്താണ് വെള്ളച്ചാട്ടം? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് നദീജലം കുത്തനെ താഴോട്ട് പതിക്കുന്നതാണിത് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായിട്ട് അപരദന വിധേയമാകുന്നതാണിത് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. ഇനി വിരൂപ താഴ്വര എന്താണ്? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആയം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നുണ്ട്. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തോട് സാദൃശ്യമുള്ളതിനാലാണ് വിരൂപ താഴ്വര എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഹിമാലയൻ നദികൾ കാണാനാട്ടോ. ഹിമാലയ നദികൾ ഏതാണ്? ഇവിടെ ഒരു ബ്ലൂ കളറിലാണ് ഹിമാലയ നദികളെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. 3 എണ്ണമാണല്ലേ പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന. ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ആണ് ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിന്ധു നദി നമുക്കറിയാം ഒരു കാശ്മീർ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ സിന്ധു നദിയുടെ പോഷക നദികളും കാണാം. തലം നദി, ചിനാബ് നദി, രവി, ബിയാസ്, സത്ലജ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഭാഗത്തെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഗംഗാനദിയുടെ പോഷക നദികളും ഗംഗാനദിയും ഗംഗാനദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി യമുന നദിയാണ് അല്ലേ. യമുന, കോസി, ദാമോദരൊക്കെ ഗംഗാനദിയുടെ പോഷക നദികളാണ്. അത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ്? അരുണാചൽ പ്രദേശിലെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ബ്രഹ്മപുത്ര നദി കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാലയയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിന്ധു നദി? മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാലയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാലയയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളാണിത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇനി ഗംഗാനദി എന്താണ്? ഗംഗോത്രി ഹിമാനിയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് നദിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയ നദികൾ ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിൻ്റെ പ്രധാന നദികളാണ്. ഇനി മാനസ സരോവര തടാകത്തിനടുത്ത് ചെമ്യോങ്ദോ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചെമ്യോങ്ദോ ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവ ഒക്കെ ഉത്ഭവിക്കുന്നത്. ഇത് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹമാണ്. അപ്പോൾ ഓരോന്നിനെയും ഉത്ഭവ സ്ഥാനം ഒന്നുകൂടി നോക്കാം. മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. അതുപോലെ മാനസ സരോവര തടാകത്തിനടുത്ത് ചെമ്യോങ്ദോ ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അടുത്തത് നമുക്ക് മണ്ണാണ് നോക്കാനുള്ളത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണും ആണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരിവലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പൊതുവേ ഹിമാലയ പർവ്വത പ്രദേശത്ത് എന്താണ്? പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്.
തായ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ട് മണ്ണാണ് കാണപ്പെടുന്നത്. തായ്വാരങ്ങളിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണാട്ടോ. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും. അപ്പോൾ തായ്വാരങ്ങളിൽ എന്താണ് ജൈവാംശം കൂടിയ മണ്ണാണ്. പിന്നെ എന്താണ് പർവ്വത ചരിവുകളിലൊക്കെ എന്താണ് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കേട്ടോ. ഇനി തായ്വാരങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. തായ്വാരങ്ങളിൽ എക്കൽ മണ്ണാണ് കൂടുതലുള്ളത്. കാരണം എന്താണ് ഈ നദികളൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണ് എക്കൽ മണ്ണ രൂപപ്പെട്ട പ്രദേശമായിരിക്കും തായ്വാരങ്ങളിൽ. കാശ്മീർ തായ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. അപ്പോൾ കാശ്മീർ തായ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരേവാസ് ഏതാണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. കരേവാസ് ആണ് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാശ്മീർ തായ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കേട്ടോ കരേവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. അടുത്ത ഹെഡിങ് ആണ് സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്കുകിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷികമായ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കിഴക്കൻ ഹിമാലയത്തിനും വടക്കുകിഴക്കൻ കുന്നുകളിലും കേട്ടോ. അപ്പോൾ ശരാശരി വാർഷികമായ 200 സെന്റിമീറ്ററിന് മുകളിലായിട്ട് ലഭിക്കുന്നതിനാലാണ് ഇവിടെ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ എന്താണ് ഹിമാലയ പർവ്വത മേഖലകളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. അപ്പോൾ ഉയരത്തിനനുസരിച്ച് എന്താണ് നിത്യഹരിത വനങ്ങളോ അതുപോലെ ശൈത്യമേഖല സസ്യജാലങ്ങൾ അതായത് തുന്ദ്ര എന്ന് പറയുന്നത് ഒരു ശൈത്യമേഖല സസ്യജാലങ്ങളാണ്. അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഉയരത്തിനനുസരിച്ച് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞില്ല ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് ധ്രുവപ്രദേശങ്ങളാണല്ലേ ഉള്ളത്. ഉയരം കുറയുന്നതിനനുസരിച്ച് എന്താണ് മിതോഷ്ണ മേഖല കാലാവസ്ഥയാണ്. അപ്പോൾ ഉയരം കൂടുന്ന പ്രദേശങ്ങളിൽ തുന്ദ്ര പോലുള്ള ശൈത്യമേഖല സസ്യജാലങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി തായ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലൊക്കെ അർദ്ധനിത്യ ഹരിതവനങ്ങളാട്ടോ, അതായത് ഇലപൊയ്യും വനങ്ങളുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ തായ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യ ഹരിതവനങ്ങളും ഇലപൊയ്യും വനങ്ങളുമാണ് കാണുന്നത്. ഇനി 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ എന്താണ് ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് കാണുന്നത് കേട്ടോ. പൈന്, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നു. പ്രദേശത്തിന് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ അതുപോലെ എന്താണ് റെഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളാണ് കാണുന്നത്. അടുത്തത് വന്യജീവി സമ്പത്താട്ടോ. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണിവിടം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹിമാലയ പർവ്വത പ്രദേശം എന്താണ് വനഭൂമി ധാരാളമുള്ള പ്രദേശമാണ് അല്ലേ. അതുകൊണ്ട് എന്താണ് വന്യജീവി സമ്പത്തും കൂടുതലുണ്ട്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണെന്ന് ഈ ഒരു ഹിമാലയ പ്രദേശം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതായത് ജൈവമണ്ഡല റിസർവുകൾ എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയർ റിസർവ് ആണ്. അതുപോലെ ദേശീയോദ്യാനങ്ങൾ നാഷണൽ പാർക്കുകളാണ്. അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് എന്താണ് സാങ്ച്വറി ആണ്. ഇതൊക്കെ എന്താണ് വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാന ദേശീയോദ്യാനങ്ങളാണ് പടിഞ്ഞാറൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഡെച്ചിങ്ങാം, ഹെമിസ്, അതുപോലെ പൂക്കളുടെ തായ്വര, കോർബെറ്റ് ദേശീയോദ്യാനം, രാജാജി ദേശീയോദ്യാനം. ഡെച്ചിങ്ങാം ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ്. ഹെമിസ് ലഡാക്കിലാണ് കേട്ടോ. ഹിമപ്പുലികളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഹെമിസ് ദേശീയോദ്യാനം, അത് ലഡാക്കിലാണ്. അതുപോലെ പൂക്കളുടെ തായ്വര ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലുള്ള
പിന്നെ ഒരു ദേശീയോദ്യാനമാണ്. അതുപോലെ കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഏതൊക്കെയാണ്? പൂക്കളുടെ തായ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. ജമ്മു കാശ്മീർ ഡച്ചിങ്ങാം, അതുപോലെ ലഡാക്കിൽ ഹെമിസ് ദേശീയോദ്യാനം. ഇതൊക്കെ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ പെടുന്ന കേട്ടോ. ഇനി കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, സിക്കിമിലുള്ള കാഞ്ചൻജംഗ ദേശീയോദ്യാനം, അതുപോലെ അസമിലുള്ള ദിബ്രു സൈക്കോവ, പിന്നെ എന്താണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം, മാനസ് ദേശീയോദ്യാനം, അതുപോലെ കെയ്ബൂൾ ലജ്ജാവോ, മണിപ്പൂരിലെ കെയ്ബൂൾ ലജ്ജാവോ ദേശീയോദ്യാനം, ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നു അല്ലേ കെയ്ബൂൾ ലജ്ജാവോ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൽ പെടുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ്, കെയ്ബൂൾ ലജ്ജാവോ കേട്ടോ. ഈ കാസിരംഗ ദേശീയോദ്യാനത്തിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൽ പെടുന്നതാണ് ഇതൊക്കെ. സിക്കിമിലെ കാഞ്ചൻജംഗ, അസമിലെ ദിബ്രു സൈക്കോവ, അതുപോലെ അസമിലെ കാസിരംഗ, അതുപോലെ അസമിലെ മാനസമിൽ 3 ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ്. മണിപ്പൂരിലെ കെയ്ബൂൾ ലജ്ജാവോ ഒഴുകുന്ന ദേശീയോദ്യാനം. ഇതൊക്കെ കിഴക്കൻ ഹിമാലയത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇവിടുത്തെ കൃഷിയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, അതുപോലെ എന്താണ് കുറഞ്ഞ താപനില തുടങ്ങിയവയൊക്കെ പ്രതികൂല ഘടകങ്ങളാണ് കൃഷിക്കുള്ളത്. എന്നിരുന്നാലും ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട്. പർവ്വത ചെരുവുകളെ തട്ടുകളായിട്ട് തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, അതുപോലെ മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ എന്തൊക്കെ പരിമിതികളാണ് ഇവിടെ ഉള്ളത്? പിന്നെ പർവ്വത പ്രദേശങ്ങളിലെ കൃഷി എന്താണ്? പിന്നെ ഉയരം, അതുപോലെ ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില, അതൊക്കെ എന്താണ് പ്രതികൂല സാഹചര്യങ്ങളാണ് കൃഷിക്കുള്ളത്. എന്നിരുന്നാലും ഈ ഒരു പ്രദേശങ്ങളിൽ എന്താണ് മഴക്കാലത്ത് ഏതൊക്കെ കൃഷികളാണ്? നെല്ലും പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്നത് മഴക്കാലത്താണ്. ഇനി വേനൽക്കാലത്ത് ഗോതമ്പും മിതോഷ്ണ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് വസന്തകാലത്ത്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിലും തേയില കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടെ തേയില കൃഷി ഉണ്ടെന്ന്. അതുപോലെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. അപ്പോൾ എവിടാണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിലാട്ടോ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകൾ, അതായത് നമ്മുടെ പൂർവാചൽ ഭാഗത്തേക്കൊക്കെയാണ് ഈ ഒരു സ്ഥാനമാറ്റ കൃഷി ചെയ്യുന്നത്, അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഉള്ളത് ഈ ഒരു വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് കേട്ടോ ഉള്ളത്. ഇത് പരമ്പരാഗത കൃഷിരീതിയാണ്. ഇനി മൃഗപരിപാലനം. ഹിമാലയ പർവ്വതനിരകളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിൻ്റെ ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിലെ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. തായ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? തായ്വാരങ്ങളിലൊക്കെ പശു, ആട് തുടങ്ങിയ മൃഗങ്ങളാണ് വളർത്തുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും, അതുപോലെ ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് പ്രദേശങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയാട്ടോ വളർത്തുന്നത്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഭാഗത്തേക്ക് അല്ലേ, ആ ഒരു ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ കേട്ടോ. അപ്പോൾ ഈ ഒരു വേർഡൊക്കെ നോട്ട് ചെയ്യട്ടോ. ഗുജ്ജർ എന്ന് പറഞ്ഞാൽ ഇടയ ജനവിഭാഗമാണ്. എവിടെയുള്ളതാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിലെ മൃഗപരിപാലനം നടത്തുന്ന വിഭാഗമാണ് ഗുജ്ജർ. അടുത്ത ഹെഡിങ്ങാണ് ടൂറിസം. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ളൊരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലാട്ടോ. ഏതൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അതുപോലെ അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇനി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു.
19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത മേഖലകളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29 ഷെർപ്പ ഡെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ 1953 മെയ് 29 ഷെർപ്പ ഡെൻസിംഗും നോർഗെയും അതുപോലെ എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് കേട്ടോ. ടൂറിസം വികസനത്തിന് മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് ഇതിലൂടെയാണ്. 1953 മെയ് 29 നോട്ട് ചെയ്യണേ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് ഡെൻസിംഗ് നോർഗെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഉത്തരപർവ്വത മേഖലയെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു പോയിന്റ്സ് പോലും വിട്ടുപോയിട്ടില്ല. ഇതെന്തായാലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.